Light has to look natural. പലപ്പോഴും നമ്മൾ നാച്ചുറൽ ലൈറ്റ് യൂസ് ചെയ്യാൻ പറ്റില്ല. നാച്ചുറൽ ലൈറ്റ് ഹാസ് ടു ബി റിക്രിയേറ്റഡ്. പക്ഷെ അത് നമ്മളതൊരു ലിറ്റപ്പ് ഫീല് ഇല്ലാതാക്കാനുള്ളതാണ് അതിൻ്റെ മെയിൻ. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ ഇഫ് ദർ ഇസ് എ വിൻഡോ ദർ, ദ ലൈറ്റ് ഹാസ് ടു കം ഫ്രം ദ വിൻഡോ. പക്ഷെ വിൻഡോ നമുക്ക് മാനിപ്പുലേറ്റ് ചെയ്യാം. ഈ ആർട്ടിസ്റ്റിൻ്റെ പൊസിഷൻ ഈ സൈഡിലോ ആ സൈഡിലോ വിൻഡോൻ്റെ അടുത്തോ ദൂരം നമുക്ക് മാനിപ്പുലേറ്റ് ചെയ്യാം. ബട്ട് ഇറ്റ് ഷുഡ് ലുക്ക് കൺവിൻസിങ് ദാറ്റ് ലൈറ്റ് സോഴ്സ് ഈസ് കമ്മിങ് ഫ്രം ദർ. ഒരു രാത്രി ഇഫ് ദർ ഇസ് വൺ ബൾബ് ബേണിങ്, ലൈറ്റ് ഷുഡ് കം ഫ്രം ദാറ്റ് ബൾബ്. ദ ഫീലിംഗ് ഷുഡ് ബി ദർ. ബട്ട് ആ ബൾബിൻ്റെ പൊസിഷൻ നമുക്ക് മാനിപ്പുലേറ്റ് ചെയ്യാം. That's something within you. അപ്പോൾ നാച്ചുറൽ ലൈറ്റിനൊന്നും ഫോട്ടോഗ്രാഫിയിലില്ല. യു ആർ ഓൾവേസ് മാനിപ്പുലേറ്റിംഗ് ലൈറ്റ്. അൺലെസ് യു ആർ മേക്കിംഗ് എ ഡോക്യുമെൻ്ററി, യു ആർ ഗോയിങ് ഔട്ട് ആൻഡ് ഷൂട്ട്. ഇപ്പോൾ നമ്മൾ ദൈവത്തിൻ്റെ ലൈറ്റ് അടിച്ചാലും നമ്മൾ ഔട്ട്ഡോർ പോയാലും യൂസിങ് റിഫ്ലക്റ്റേഴ്സ് ഓർ സ്ക്രീൻസ് ടു ഫിൽ. ഓൾവേസ് ഇറ്റ്സ് മാനിപ്പുലേറ്റഡ്. ദർ ഇസ് നോ റിയാലിറ്റി. there is only realism. റിയാലിറ്റിയും റിയാലിസവും രണ്ടാണ്. യു ആർ ക്രിയേറ്റിംഗ് എന്തായാലും. അത്ര എളുപ്പത്തിൽ പറയാൻ പറ്റിയ സംഭവമല്ല. ഇപ്പം നമ്മളൊരു 25 years ബാക്ക് പോവുകയും ചെയ്തത്. ആ സമയത്ത് നല്ല സിനിമകൾ മറ്റ് ലാംഗ്വേജിൽ വളരെ കമ്മിയായിരുന്നു. മലയാളം അല്ലെങ്കിൽ ബംഗാളി ഫിലിംസ് മാത്രമേ ഒരു നല്ല സിനിമ പറയാനുള്ളൂ. ഇപ്പോൾ അതല്ല. ഇപ്പോൾ മറാഠി ഫിലിംസ്, തമിഴ് ഫിലിംസ്, ഗുഡ് ഫിലിംസ് കമ്മിങ്. കർണാടക കുറച്ച് കാലം മുമ്പ് ഡോമിനേറ്റ് ചെയ്തു. അപ്പോൾ സോ മെനി ഫിലിംസ് ആർ കമ്മിങ്. അപ്പോൾ സെലക്ഷൻ ഫോർ എ നാഷണൽ അവാർഡ് ഹാസ് ബിക്കം മോർ ടഫ്. എന്ന് വെച്ചാൽ ഇപ്പോൾ മറാഠി ഫിലിംസ് ആർ ഡൂയിങ് റിയലി വെൽ. ഒരുപാട് മറാഠി ഫിലിംസ് നല്ല ചലനം. പണ്ടതല്ല. പണ്ടില്ലാത്ത പല ഇൻഡസ്ട്രിയിലും ഇപ്പോൾ ഉണ്ട്. ഒറിയ ഫിലിംസൊന്നും ആദ്യം ഇല്ലായിരുന്നു. അപ്പോൾ നമ്പർ ഓഫ് അവാർഡ്സ് വെച്ചാൽ നമുക്കത് ജഡ്ജ് ചെയ്യാൻ പറ്റില്ല. ഇപ്പോഴും മലയാളത്തിൽ ഗുഡ് ഫിലിംസ് കമ്മിങ്. പക്ഷേ കമേഴ്ഷ്യൽ കൺസിഡറേഷൻ കൂടുതലായി. ഇപ്പോൾ ഇറ്റ്സ് വെരി ഡിഫിക്കൽട്ട് ടു മേക്ക് എ കോസ്റ്റും കൂടി പോയി വല്ലാതെ. അപ്പോൾ കമേഴ്ഷ്യൽ റിക്കവറി എന്നുള്ളൊരു പോയിൻ്റ് വന്നു. പിന്നെ ഐ ഡോണ്ട് തിങ്ക് നമ്മൾ ഈ പല പടങ്ങളും കണ്ടിട്ട് അതിൻ്റെ സ്റ്റോറി നമ്മൾ അഡാപ്റ്റ് ചെയ്തിട്ട് ഇൻസ്പയർ ചെയ്യുന്നതിൽ ഐ ഡോണ്ട് തിങ്ക് ദർ ഈസ് എനിത്തിങ് റോങ്. കോപ്പിയിങ് അല്ല, യു ക്യാൻ ബി ഇൻസ്പയർഡ്. പക്ഷെ ആ ഡിസ്കിട്ടിട്ട് ആ ഫ്രെയിം ബൈ ഫ്രെയിം ആ ഫ്രെയിമിൽ കട്ടർ ഇട്ടെങ്കിൽ നമ്മളും കട്ടർ വയ്ക്കുക, ആ ഒരു കോപ്പിയിങ് മെത്തേഡ് ഈസ് ബാഡ്. that doesn't help anyway. But you can be inspired. പറയുന്ന മാതിരി story ideas are limited. As it is, there's only a few ideas. It's how you combine it, which makes all the difference. So there's nothing wrong in getting inspired by a Korean film or a Japanese film and making it, but you adapt it. Don't copy it. അസിസ്റ്റൻസിൻ്റെ കാര്യം മനസ്സില. ഐ ഹാവ് ബീൻ ക്വൈറ്റ് ലക്കി. എൻ്റെ അസിസ്റ്റൻസ് എല്ലാം എൻ്റെ കൂടെ മിനിമം ഒരു 5 കൊല്ലെങ്കിലും നിൽക്കുന്ന അസിസ്റ്റൻസ്. They have been assistants who have stayed with me for 16 years. അപ്പോൾ ഞാൻ ചൂസ് ചെയ്യുന്ന അസിസ്റ്റൻസ് എല്ലാം they have to wait. ഇങ്ങനത്തെ അസിസ്റ്റൻസിനെ ഞാൻ മാറ്റാറില്ല. ഒരു അസിസ്റ്റൻ്റ് എടുത്ത് കഴിഞ്ഞാൽ ഹി ബിക്കംസ് മൈ റെസ്പോൺസിബിലിറ്റി. അപ്പോൾ അൺടിൽ ദാറ്റ് പേഴ്സൺ ബിക്കംസ് ഇൻഡിപെൻഡൻറ്റ് ഓർ ഫോർ സം റീസൺ ഹി ലീവ്സ് മീ, അടുത്ത ആളെ എടുക്കാറില്ല. അപ്പോൾ അതുകൊണ്ടൊരു ക്യൂ ഉണ്ട് ആക്ച്വലി.
വെയിറ്റിംഗ് പീരീഡ് ഇസ് അബൌട്ട് 4 to 5 years. അപ്പോൾ സിൻസിയറായിട്ട് ആൾക്കാർ അത്രയും വെയിറ്റ് ചെയ്യുള്ളൂ. ദേ ക്യാൻ ഡു സംതിങ് എൽസ് ഇൻ ബിറ്റ്വീൻ, ഐ ഡോണ്ട് മൈൻഡ്. പക്ഷേ 5 കൊല്ലത്തെ വെയിറ്റിങ്ങിൽ പലരും വിട്ടുപോകും. അപ്പോൾ ആ ഒരു ഫിൽറ്ററിങ് പ്രോസസ്സ് തന്നെ കുറേ പേര് പോകും. എൻ്റെ ഇപ്പോഴത്തെ അസിസ്റ്റൻസ് എല്ലാവരും വലിയ സെലിബ്രിറ്റീസിൻ്റെ മക്കളാണ്. എൻ്റെ സാറിന് അസിസ്റ്റ് ചെയ്യുന്നുണ്ട്. പവിത്രൻ്റെ മകള് ലെനിൻ്റെ മകൻ ഈ അസിസ്റ്റൻ്റ്. അപ്പോൾ അവരൊക്കെ സിനിമ മനസ്സിൽ കുട്ടിക്കാലം തൊട്ടേ കണ്ട് വളർന്നില്ല. അപ്പോൾ സിൻസിയാരിറ്റി ഹാസ് ഓൾവേസ് ബീൻ എന്നോട് അവർക്ക് ഇതെല്ലാവരും ആ സിൻസിയാരിറ്റി ഉള്ള ആൾക്കാരാണ്. 4 വിഷ്വൽ പാറ്റേൺസ് ഉണ്ട്. അപ്പോൾ ഓരോ വിഷ്വൽ പാറ്റേണും നമ്മൾ ആലോചിച്ചിട്ട് ഉണ്ടാക്കുന്നതാണ്. അപ്പോൾ അത് എല്ലാം കൂടി ഒറ്റതാകുമ്പോൾ ദേഴ്സ് എ സ്റ്റൈൽ ബിഹൈൻഡ് ഇറ്റ്. 4 നിൽക്കാൻ പാടുമില്ല. there has to be some integral thing ഇപ്പോൾ നമ്മൾ ബേസിക്കായിട്ട് ഒരു പെയിൻറ്റിൻ്റെ സ്റ്റൈൽ എടുക്കുകയും ചെയ്ത് ആ സ്റ്റൈൽ നമ്മൾ നിശ്ചയിക്കുകയാണ്. ആ സ്റ്റൈൽ ഈസ് എ ലിമിറ്റേഷൻ ബേസിക്കലി. നമ്മൾ ഒരു ഇപ്പോൾ റംബ്രാൻഡ് സ്റ്റൈൽ നമ്മൾ പറഞ്ഞു ആ സ്റ്റൈൽ ഇസ് ഫിക്സ്. ആ ഇതിൽ വി ഹാവ് ടു ക്രിയേറ്റ് ഇമോഷൻസ്. അത് മാറാൻ പാടില്ല. ഫ്രം റംബ്രാൻഡ് യു കനോട്ട് ഗോ ടു കരാവാഗിയോ, യു കനോട്ട് ജംപ് ലൈക്ക് ദാറ്റ്. ഒരു സീന് കരാവാഗിയാണ് ബെറ്റർ തന്നെ ജമ്പ് ചെയ്യാൻ പാടില്ല. സോ ഈ ലിമിറ്റേഷനിൽ ഹൗ യു ക്രിയേറ്റ് അതർ ഇമോഷൻസ് ഇസ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് പാർട്ട്. അങ്ങനെ പറയാൻ പറ്റില്ല. അപ്പോൾ ബിക്കോസ് ഈച്ച് ഫിലിം യു ലൈക്ക് ഫോർ ഡിഫറെൻറ്റ് റീസൺ. എപ്പോഴും നമ്മൾ ചെയ്ത റീസെൻറ്റ് വർക്കാണ് നമുക്ക് ഏറ്റവും കൂടുതൽ സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാവുക. എന്ന് വെച്ചാൽ നമ്മൾ ഇറ്റ്സ് എ ലേണിംഗ് പ്രോസസ് വിച്ച് നെവർ എൻഡ്സ്. ഇപ്പോഴും ഈ തെലുങ്ക് ഫിലിം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ 42 കൊല്ലത്തിന് ശേഷം ഐ ഒബ്സർവ് സംതിങ് വിച്ച് ഐ ഹാഡ് നോട്ട് തോട്ട് ഓഫ് ഏർലിയർ. നമ്മൾ ഓവർ ഷോൾഡർ എടുക്കുമ്പോൾ നമ്മൾ അത് കറക്റ്റായിട്ട് ഫ്രെയിം കിട്ടാൻ വേണ്ടിയിട്ട് ഡിസ്റ്റൻസ് മാച്ച് ചെയ്യും. നമ്മൾ ഇവിടെ 8 അടി വെച്ചാൽ അവിടെ 8 അടി വയ്ക്കും. ഈ ഫിലിം ചെയ്യുമ്പോൾ സംതിങ് സ്ട്രക്ക് മീ, അത് മാച്ചാവുന്നില്ല. എന്തുകൊണ്ട് വിഷ്വലായിട്ട് മാച്ചാവുന്നില്ല. ദെൻ ഐ റിയലൈസ് ആ മെയിലിൻ്റെ ഫേസ് വാസ് ബിഗർ, ഗേൾസ് ഫേസ് വാസ് സ്മോളർ. അപ്പോൾ സെയിം ഡിസ്റ്റൻസ് വെച്ചാൽ മാച്ചാവില്ല. അത് സ്ട്രൈക്ക് ചെയ്തപ്പോൾ അതിൻ്റെ കൂടെ വേറെ പല കാര്യങ്ങളും സ്ട്രൈക്ക് ചെയ്തു. ഒരു ഗേളിൻ്റെ ഹൈറ്റ് അക്കോർഡിംഗ് ടു അനോട്ടമി, ഗ്രീക്ക് അനോട്ടമി വെച്ച് നോക്കുമ്പോൾ ഒരു ഗേളിൻ്റെ ഹൈറ്റ് ഫേസിൻ്റെ 5.5 ഇരട്ടിയാണ്. ഒരു ആണിൻ്റെ ഹൈറ്റ് 7 ടൈപ്സ്. അപ്പോൾ ഫേസ് ഓഫ് എ ഗേൾ ആൻഡ് എ ഫേസ് ഓഫ് എ മാൻ ഇസ് നോട്ട് ഓഫ് ദ സെയിം സൈസ്. അത് ഇത്ര കാലമായിട്ട് എനിക്ക് സ്ട്രൈക്ക് ചെയ്തിട്ടില്ല. ആഫ്റ്റർ 42 years ഐ ലേൺ ദാറ്റ്. അപ്പോൾ ഇറ്റ്സ് എ കണ്ടിന്യൂസ് ലേണിംഗ് പ്രോസസ്. അപ്പോൾ ഈ 42 കൊല്ലമായിട്ട് ചെയ്തുകൊണ്ടിരുന്ന മിസ്റ്റേക്സാണ് നമ്മൾ 42ാമത്തെ കൊല്ലം കഴിഞ്ഞിട്ട് ചെയ്യുമ്പോൾ കറക്റ്റ് ചെയ്യുന്നത്. എപ്പോഴും നമ്മളൊരു പടം കാണുമ്പോൾ ഞാൻ ആദ്യം കാണുമ്പോൾ ഒരു പടം കാണുമ്പോൾ എൻ്റെ മനസ്സിൽ വരുന്നത് മിസ്റ്റേക്സാണ്. ഇത് ശരിയായില്ല എന്ന് പറഞ്ഞു വരും. പലപ്പോഴും പ്രിവ്യൂ കണ്ടിട്ട് ആൾക്കാർ വന്നിട്ട് ഗംഭീര വർക്ക് പറയും. ഞാനത് കളിയൊക്കെ കേട്ടോ ഇത് ഇത്രയും മിസ്റ്റേക്സ് ഉള്ളൊരു വർക്ക് അവരിങ്ങനെ ദാറ്റ്സ് എ ഫീലിംഗ് ഐ ഗെറ്റ്. അപ്പോൾ ആ ഒരു നോക്കുമ്പോൾ 10 മാതിരി ഐ ഗോട്ട് എ സ്പെഷ്യൽ അറ്റാച്ച്മെൻറ്റ്.